ഷൈമയെ ഒന്ന് വിരട്ടണമെന്നേ കരുതിയെന്നുള്ളൂ. പക്ഷേ ഇതിപ്പോ വിരണ്ടത് ഞാനാണല്ലോ. അവളുടെ ഉണ്ടക്കണ്ണം വെച്ചുള്ള ആ നോട്ടം കണ്ടപ്പോഴേ എല്ലാം തീർന്നു. അല്ലെങ്കിലേ വലിയ കണ്ണ, അത് പോരാഞ്ഞിട്ട് സദാസമയം അതിൽ വാലിട്ട് വലിച്ചെഴുതി നീട്ടും. മനുഷ്യന്റെ കൺട്രോള് പോയി. വേഗം ഇറങ്ങിയത് നന്നായി. അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ബാത്റൂമിൽ കയറി അറ്റാക്ക് ചെയ്തെന്ന പേര് കേൾക്കേണ്ടി വന്നേനെ. ആ സംഭവത്തിന് ശേഷം ഷൈമ കൂടുതൽ ബോധവതിയായിട്ടുണ്ട്. തന്നെ കാണുമ്പോഴേ മുങ്ങും. രാത്രിയാണെങ്കിൽ ഓരോ കാരണം പറഞ്ഞ് വൈകി വരും. അപ്പോഴേക്കും ഞാൻ ഉറങ്ങും. എനിക്കാണെങ്കിൽ അവളെ ഒന്ന് പേടിപ്പിക്കാഞ്ഞിട്ട് വയ്യ. ഷോ, അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ കൊതിയാവുന്നു. സാരല്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതിനിടക്കാണ് അവള് വീട്ടിൽ 2 ദിവസത്തേക്ക് താമസിക്കാൻ പോയത്. സത്യം പറയാലോ, ഒരു വല്ലാത്ത ഇടങ്ങേറ് തോന്നി. ഷോ, എനിക്കും കൂടെ പോയാ മതിയെന്ന്. അതിനെങ്ങനെ പെങ്കോന്ത എന്ന പേര് വീഴില്ലേ. അങ്ങനെ കുറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം അവൾ വന്നു. പെണ്ണിനൽപ്പം മുഞ്ച് കൂടിയോ? കുറെ ദിവസം കഴിഞ്ഞ് കണ്ടതുകൊണ്ടാവും. ഉച്ചയ്ക്ക് ശേഷമാണ് അവള് വന്നത്. ഞാൻ ഓഫീസിൽ നിന്നും വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുകയായിരുന്നു. അവളുടെ ആഗമനം കണ്ടതോടെ ആ പ്ലാനങ്ങ് ക്യാൻസലാക്കി. കുറെ അവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു. പെണ്ണൊന്നും മൈൻഡ് ചെയ്യണ്ടേ, ഉമ്മയോട് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താപ്പോ, രണ്ടാൾക്കും വർത്താനം പറഞ്ഞാ തീരൂല. അമ്മായിമ്മയും മരുവളാണെന്നുള്ള വിചാരം തീരെയില്ല. ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പുറത്തുപോയി. അങ്ങാടിയിൽ കുറെ ചുറ്റിയടിച്ചു. കൂട്ടുകാരോടൊപ്പം ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോൾ നേരം ഒരുപാടായിരുന്നു. വീട്ടിലേക്ക് വിളിച്ച് ഫുഡ് കഴിച്ച് കിടന്നോളം പറഞ്ഞിരുന്നു. പക്ഷെ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഉണ്ടക്കണ്ണിയാണ്. ഒരു ചുവന്ന നൈറ്റ് ഗൗണാണ് അവൾ ധരിച്ചിരുന്നത്. ആദ്യമായിട്ടാ അവളെ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ കാണുന്നത്. ഇന്നേവരെ ഇട്ടിരുന്ന ചുരിദാർ മാറ്റി കിടക്കാറില്ല അവൾ. അതെന്തുകൊണ്ടാണെന്നും തനിക്കറിയാം. ഇതിപ്പോ എന്തേ, വല്ല മനം മാറ്റോ? ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവള് പോയിരുന്നു. റൂമിലേക്ക് കയറി ചെന്നപ്പോഴേക്കും അവൾ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയതിനാൽ ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. വേഗം വന്ന് കിടന്നു. ഒന്നും മിണ്ടാത്താണ് തന്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് അവൾക്ക് തോന്നിയിരുന്നു. നല്ല ചൂടായതുകൊണ്ടാണ് ഈ ഡ്രസ്സിട്ട്. പക്ഷേ വാതിൽ തുറന്നപ്പോഴുള്ള അവന്റെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ സംഗതി പാളിയെന്ന് ഉറപ്പായി. ചെറി തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോഴൊക്കെ, കട്ടിലിന്റെ അനക്കമറിയുമ്പോഴൊക്കെ എന്റെ ഹൃദയം പടപടാന്ന് മിടിക്കുകയായിരുന്നു. കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ എണീറ്റപ്പോ ദേഹം മുഴുവൻ പൊള്ളുന്നുണ്ടായിരുന്നു. എണീറ്റ് മുഖം കഴുകി വന്നപ്പോഴേക്കും തളർച്ച തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറി എണീറ്റു. ഇതെന്തു ഉറക്കവാടി? തന്നെ തട്ടി വിളിക്കാൻ കൈവച്ച അവൻ ഉറക്കെ ഉമ്മയെ വിളിക്കുന്നത് ഏതോ ലോകത്തെന്ന പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറന്നപ്പോൾ എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ചെറിയെയാണ് കണ്ടത്. കൂടെ രണ്ടാളുടെയും മാതാപിതാക്കളുമുണ്ട്. എണീക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ മുകളിൽ തൂങ്ങുന്ന ഗ്ലൂക്കോസ് കുപ്പി കണ്ടു. ഹോസ്പിറ്റലാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പനിയാണ്, ശരിയായിക്കോളൂ. ഫുഡ് കഴിക്കണം കേട്ടോ, ഗുളിക കുടിക്കണ്ടേ? ഉമ്മ എന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും കൂടി എന്നെ പതിയെ എഴുന്നേൽപ്പിച്ച് ഫുഡൊക്കെ തന്നു. ചെറിയൊന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വൈകിട്ടോടെ കുറെ ക്ഷീണം കുറഞ്ഞതിനാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. എന്റെ വീട്ടിലേക്ക് പോവാൻ ശ്രമിച്ചതാണ്. പക്ഷേ ചെറി വേണ്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ മറുത്തൊന്നും പറയാതെ അവന്റെ കൂടെ പോയി. ചെറി മുഴുവൻ സമയവും എന്റെ കൂടെ തന്നെയായിരുന്നു. കുട്ടികളെപ്പോലെ എന്നെ കെയർ ചെയ്യുന്ന കണ്ടപ്പോ എന്തോ അറിയാണ്ട് കണ്ണു നിറഞ്ഞുപോയി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് വല്ലാണ്ട് അസ്വസ്ഥത തോന്നിയത്. എന്തോ നല്ല കുളിര് തോന്നുന്നു. വല്ലാണ്ട് വിറക്കുന്ന പോലെ. ഞരക്കം കേട്ടിട്ടാവണം ചെറി എണീറ്റു. എന്തേ? അവൻ പരിഭ്രാന്തിയോടെ തിരക്കി. തണുക്കണു. എസിയും ഫാനൊക്കെ ഓഫാണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൻ എണീറ്റിരുന്ന് എന്റെ കാൽവെള്ളയും കൈവെള്ളയും ഉരಸಿ ചൂടാക്കിക്കൊണ്ടിരുന്നു. ഉറക്കം വരുന്നുണ്ടായിരുന്നു. കണ്ണടയുന്നത് കണ്ടിട്ടാവാം അവൻ പതുക്കെ എന്റെ അരികിൽ കിടന്നു. ഇനി തണുക്കൂലാട്ടോ. അവൻ മെല്ലെ ചെരിഞ്ഞു കിടന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് ഇരു കൈകൊണ്ടും ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഉണർന്നെണീറ്റപ്പോഴും ചെറിയെന്നെ ചേർത്ത് പിടിച്ച നിലയിൽ തന്നെയായിരുന്നു. പാവം. അവനെ ഉണർത്താതെ മെല്ലെ എണീറ്റു. എന്നെ ചുറ്റി അവന്റെ കൈകൾ അടർത്തി മാറ്റി പതിയെ എണീറ്റു. അവനൊന്നും അറിയാതെ നല്ല ഉറക്കമാണ്. വല്ലാത്തൊരു ഇഷ്ടം തോന്നി. ഞാൻ പതിയെ കുനിഞ്ഞവന്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. എന്റെ ആദ്യ സമ്മാനം. അടുക്കളയിൽ ചെന്ന് ഭക്ഷണം തയ്യാറാക്കിയപ്പോഴേക്കും ചെറിയ എഴുന്നേറ്റ് വന്നു. എല്ലാരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവനെന്തോ ആലോചനയിലായിരുന്നു. എന്താടാ ഇരുന്ന് ആലോചിക്കണേ? അന്റെ കപ്പല് മുങ്ങിയ? ഉപ്പയുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് ശ്രദ്ധ മാറ്റിയെങ്കിലും എന്തോ കാര്യമായി ആലോചിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാൻ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കെ ചെറി പതിയെ എന്റെ അടുത്തേക്ക് വന്നു. അതെ, പിന്നെ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. പതിയെ സ്വകാര്യമായിട്ടാണ് അവൻ പറഞ്ഞത്. എന്താണ്? ഞാൻ പാത്രം കഴുകുന്നത് നിർത്തി അവനെ നോക്കി. അത് പിന്നെ നീ എന്നെ കിസ് ചെയ്തു എന്റെ ഈ നെറ്റിയില്. ഓ പിന്നെ. ഞാനാകെ പതറിയിരുന്നത് അവൻ കാണണ്ടെന്ന് കരുതി ഞാൻ വേഗം മുഖം തിരിച്ചു. സത്യാടി, ഞാൻ ആ ഫീൽ ശരിക്കും അനുഭവിച്ചു. അവൻ അത്ഭുതത്തോടെ പറയുന്നുണ്ട്. പാവത്തിന് അറിയില്ലല്ലോ നിജസ്ഥിതി എന്താണെന്ന്. എന്നാലും നീ എന്നെ കിസ്സിയില്ലേ?
അയ്യേ, വെളുപ്പാങ്കാലം കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ ദേഷ്യത്തോടെ ചട്ടവും എടുത്ത് അവന്റെ നേരെ തിരിഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് വേഗം നടന്നകന്നു. അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, ചെറിയുടെ ഏതോ കുടുംബത്തിൽ. പക്ഷെ ചെറിയനോട് വരണ്ടാന്ന് പറഞ്ഞു. കാരണം ചോദിച്ചിട്ട് പറയുന്നില്ല. അവസാനം ഞാൻ വാശി പിടിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഡി അവിടെ ഒരു ഇസ്തിരിപ്പെട്ടിയുണ്ട്, അതിപ്പോ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ, ഇവിടെ ആയിട്ടപ്പോ എന്താ പ്രത്യേകത? ഉമ്മയോട് ചോദിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. നമ്മുടെ ചെറിയുടെ ഒരു ഓൾഡ് ലവ് സ്റ്റോറി അവിടെ ഉണ്ട്, തേപ്പ് കിട്ടിയതാണ്. എന്നാ പിന്നെ എന്തായാലും പോണല്ലോ. ഉള്ളതിൽ നല്ല ഡ്രസ്സിട്ട് നന്നായി അണിഞ്ഞൊരുങ്ങി തന്നെ ഇറങ്ങി. അവിടെ ചെന്നപ്പോഴാണ് എന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞത്. നീലക്കല്ല് വെച്ച ഒരു സാരി ഉടുത്ത സുന്ദരി എന്നെക്കാൾ ഗ്ലാമർ ഉണ്ടെന്നറിഞ്ഞപ്പോ എനിക്കാകെ ചടച്ചു. ഞാൻ ആരോടും മിണ്ടാതെ ചുമ്മാ ഇരിക്കുമ്പോ ഉമ്മ എന്റെ അരികിൽ വന്ന് മെല്ലെ പറഞ്ഞു, അതെ, അവള് ചെറിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ജാട കാണിക്കാനാണ്, അതൊന്ന് കുറച്ചു കൊടുത്തേക്ക്. ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആകെ അന്തം വിട്ടു. നല്ല അമ്മായിയമ്മ. അങ്ങനെ ഉമ്മ തന്ന ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു. അവള് ഭർത്താവിന്റെ കൈയും പിടിച്ച് അവന്റെ മുന്നിൽ നിന്ന് ഷോ കാണിക്കുകയാണ്. ശവത്തെ കുത്തുന്നോ? കാണിച്ചു തരാട്ടാ. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ചെറിയുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് അവരെ ശ്രദ്ധിക്കാതെ ഉറക്കെ പറഞ്ഞു, കാക്കു കാക്കു, എന്റെ ഡ്രസ് എല്ലാവർക്കും ഇഷ്ടായിട്ടാ. നിങ്ങള് ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാണെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത്ഭുതം. സെലക്ഷൻ കൊള്ളാന്ന്. ഞാനോ? എപ്പോ? എന്ന മട്ടിൽ ചെറിയ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ണുകൊണ്ടെന്തോ ആംഗ്യം കാട്ടുന്ന ശ്രദ്ധിക്കാതെ ഞാൻ വീണ്ടും തള്ളാൻ തുടങ്ങി. പിന്നെ ആ ട്രാവൽസിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പ് ഒന്ന് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. ഐ തിങ്ക്. യു തിങ്ക്? ചെറിയ അറിയാണ്ട് ചോദിച്ചു പോയി. ഐ തിങ്ക് ഐ എം പ്രഗ്നന്റ്. ഇതും പറഞ്ഞ് ഞാൻ ചിരിച്ചോണ്ട് തിരിച്ചു പോകുമ്പോൾ കണ്ണും തള്ളിയിരിക്കുന്ന ചെറിയുടെ അടുത്ത് ചുവന്നു തുടുത്ത മുഖവുമായി അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏതോ ഹാലിൽ ഞാൻ അങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് കർട്ടന് പിറകിൽ നിന്നൊരു കൈ വന്നെന്നെ ഒരൊറ്റ വലി. ഞെട്ടിപ്പോയി.